ഫ്രിഡ്ജ് ഓർഗനൈസിങ് ചെയ്യുമോ ഇത്ത എന്ന് വന്നിട്ട് കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്താ ചെയ്യാലോ, അങ്ങനെ പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, തേങ്ങ ചിരവിങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ പൊട്ടിക്കാണ്. ഒരു തേങ്ങ കേടന്നു കേടോ, വെറുതെ അതിൻ്റെ കായ് പോയി. കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു. അതേതായാലും പണിയിട്ട് പോയത് പോയട്ടെ. ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല, എണ്ണമാതിരി ഇനിയിപ്പോൾ അത് ആലോചിച്ചിട്ട് കാര്യമില്ല. എന്നാലും കായ് കൊടുത്ത് തേങ്ങ വാങ്ങുമ്പോഴേ തേങ്ങക്കൊക്കെ ഇപ്പോൾ എന്താ വില. അങ്ങനെ ഇതാ തേങ്ങയൊക്കെ ഞാൻ ചിരകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ മിക്സിയിലാണ് കേട്ടോ ചിരകി എടുക്കുന്നത്. അങ്ങനെ അതൊക്കെ ചിരകി എടുത്തിട്ട് പിന്നെ ഇതാ ബോക്സിലാക്കിയിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പേരിക്കുള്ള എന്തെങ്കിലുമൊക്കെ നോക്കാം. അപ്പോൾ ബീൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഇതാ കട്ട് ചെയ്തിങ്ങാണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അത് കട്ട് ചെയ്ത് അതൊരു ബോക്സിലാക്കി. ഈ ബോക്സ് ഞാൻ ഇതൊന്ന് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുക, വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ. സംഭവം അടിപൊളിയാണ്, ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഫ്രിഡ്ജിൽ ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ചത് കാണാൻ നല്ല രസമാണ്. പിന്നെ എനിക്കറിയാത്തൊരു പരിപാടി, ക്യാബേജ് കട്ട് ചെയ്യൽ. ഇതിൽ ഞാൻ എൻ്റെ കാക്കുവിനെ ഓർക്കുന്നു. പിന്നെ ക്യാരറ്റ് അത് ഞാൻ കട്ട് ചെയ്യുന്നില്ല, കാരണം ഞാനത് ഉപ്പേരി വെക്കാനല്ല എടുക്കാറ് കേട്ടോ, വേറെ എന്തെങ്കിലും ആവശ്യത്തിനുണ്ട്. അപ്പോൾ അത് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അവിടെ മാറ്റി വെച്ചു. പിന്നെ ചെറിയുള്ളി ഞാൻ കുറച്ച് അധികം നേരം പണിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്നാലും ഇങ്ങനെ കാണാനൊരു രസം. ഇനിയിപ്പോൾ എടുക്കണ നേരത്തെ പണിയെടുക്കണ്ടല്ലോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ മിക്സിയിൽ ചതച്ചിട്ട് അതും കൂടെ ഒരു ബോക്സിലാക്കി. അതുകൊണ്ട് ഇനി കുറച്ച് ദിവസത്തിന് ഇറച്ചി മീനും വാങ്ങുമ്പോൾ അതിക്ക് പണി എളുപ്പമായി. പിന്നെ അതാ കുറച്ച് നമ്മൾ ബോക്സ് ഈ നീലപാത്രത്തിൽ എന്താ അറിയോ, കുമ്പളങ്ങ ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ കറിക്കുള്ളതും അവിടെ സെറ്റായി. പിന്നെ അത് കാക്കു വന്നപ്പോൾ കൊടുന്നതായിരുന്നു കേട്ടോ ചെറി. അതിന് നിറം കണ്ടില്ലേ, എന്താ ചൊറുക്ക് നോക്കിയേക്കാം, എടുത്താൽ തിന്നണ്ടല്ലോ എന്നറിയില്ലേ. അങ്ങനെ അതും ബോക്സിലാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യമുള്ളതൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ കുറച്ച് മുമ്പേ മുളകുണ്ടല്ലോ, നമ്മുടെ ഉണക്കമുളക്, അത് അരച്ച് വെച്ചതാണ്. അപ്പോൾ ഞാൻ ഈ മുളകും പൊടിക്കൊക്കെ പകരം അതാണ് ഇട്ട് കൊടുക്കാറ് കേട്ടോ. ഇനിയിപ്പോൾ അതാ ബോക്സൊക്കെ ഇങ്ങനെ സെറ്റാക്കിങ്ങാണ്ട് ഓരോന്നായിട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കാണാനൊരു രസമാണ് കേട്ടോ. ബോക്സിൻ്റെ ഉള്ളിൽ കൂടി ഉള്ളത് പച്ചക്കറിയൊക്കെ ആണെന്നുണ്ടെങ്കിലും കാണാൻ നല്ല ലുക്ക് ഉണ്ടാവും ഇങ്ങനെ ഓരോ ബോക്സിലാക്കി വെക്കുമ്പോൾ. പിന്നെ ഫ്രൂട്ട്സ് ഇല്ല കേട്ടോ, ഫ്രൂട്ട്സ് ഞാൻ അതുപോലെ കഴുകി കട്ട് ചെയ്തുങ്ങാണ്ടൊക്കെ വെക്കാറുണ്ട്. ഫ്രൂട്ട്സ് വാങ്ങി കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ. ഇനി നമുക്ക് ഫ്രീസറിൻ്റെ അവസ്ഥ നോക്കാം. തേങ്ങ ഞാൻ ഫ്രീസറിലാണ് വെക്കുന്നത്. പിന്നെ അൽക്കുലത്ത് സാധനങ്ങൾ, മറ്റേ ബട്ടർ, അതുപോലെ തന്നെ കുനാഫ ഡോ, പിന്നെ നമ്മുടെ കോമ്പൗണ്ട്, പിന്നെ ചിക്കൻ അതുപോലെ സിബ്ലോക്ക് കവറിലാക്കിങ്ങാണ്ട് അതും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫ്രിഡ്ജ് ടൂർ. അപ്പോൾ ഓക്കെ, ബൈ.